ഇന്നത്തെ നിക്ഷേപകർക്ക് നിരവധി ഓപ്ഷനുകൾ ഉണ്ട്, പ്രത്യേകിച്ചും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നമ്മൾ കണ്ട ശക്തമായ വളർച്ചയ്ക്ക് ശേഷം. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് പകരം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ശുപാർശ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതെ, റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 1 വർഷത്തിലോ 3 വർഷത്തിലോ 5 വർഷത്തിലോ ഉള്ള ട്രെൻഡുകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. റോളിംഗ് റിട്ടേൺസ് സമാനമായ പ്രവണത വ്യക്തമായി കാണിക്കുന്നു. ചില വർഷങ്ങളിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, എന്നാൽ ചില വർഷങ്ങളിൽ ലാർജ് ക്യാപ് മികച്ച പ്രകടനം നൽകുന്നു. പർപ്പിൾ നിറത്തിലുള്ളത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയമാണ്. മഞ്ഞ നിറത്തിലുള്ളത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയമാണ്. ഇടതുവശത്ത് നോക്കിയാൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ലാർജ് ക്യാപ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി കാണാൻ കഴിയും. വിറ്റിയുടെ സ്ലൈഡിലും കാണിച്ചതുപോലെ 1 വർഷത്തെ അടിസ്ഥാനത്തിൽ സ്മോൾ ക്യാപ് വരുമാനം ഏതാണ്ട് 0ആണ്. അതേസമയം മിഡ് ക്യാപ് ഓഹരികൾ ലാർജ് ക്യാപുകളോട് ഏകദേശം സമാനമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ മികച്ച പ്രകടനം ഇതിനകം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 2021 കോവിഡിന് ശേഷമുള്ള 3 വർഷത്തെ കാലയളവിന്റെ അടിസ്ഥാനത്തിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഈ സൈക്കിൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. 3 വർഷത്തിന്റെ അടിസ്ഥാനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ 5 വർഷത്തെ കാലയളവ് പരിശോധിച്ചാലും സ്ഥിതി സമാനമാണ്. ലാർജ് ക്യാപ് സ്റ്റോക്കുകളും മിഡ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിരിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് ഒരു കാഴ്ചപ്പ് സംഭവിക്കാറുണ്ട്. 2024 അവസാനമായപ്പോൾ ഒരു വലിയ വ്യത്യാസം നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഈ വ്യത്യാസം ക്രമേണ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും 5 വർഷത്തെ റോളിംഗ് റിട്ടേണിന്റെ കാര്യമെടുത്താൽ ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ദീർഘകാലത്തേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം സാധാരണ നിലയിലേക്കുള്ള തിരിച്ചുവരലാണ് ഇത്. മൂല്യനിർണ്ണയത്തിൽ പോലും പ്രതിഫലിക്കുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മിഡ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളേക്കാൾ മികച്ചതാണ് എന്നതാണ്. ഇപ്പോൾ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കിയാലും ചിത്രം സമാനമാണ്. 5 വർഷത്തെ ശരാശരി റോളിംഗ് റിട്ടേൺ ലാർജ് ക്യാപുകൾക്ക് ഏകദേശം 12.6%. ഇത് സ്മോൾ ക്യാപുകളുടെ 13.7%നും മിഡ് ക്യാപുകളുടെ 16.3%നും താഴെയാണ്. പ്രധാന വസ്തുത എന്തെന്നാൽ റിസ്ക് അഡ്ജസ്റ്റ് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഷാർപ്പ് റേഷ്യോ കാണിക്കുന്നത് പോലെ ലാർജ് ക്യാപുകൾ മിഡ് ക്യാപുകളെയും സ്മോൾ ക്യാപുകളെയും വ്യക്തമായി മറികടക്കുന്നു. വാസ്തവത്തിൽ ആ വിഭാഗത്തിൽ ഏറ്റവും മോശം പ്രകടനം കാണിക്കുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. അതിനാൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഇപ്പോഴും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വളരെ മെച്ചപ്പെട്ടതായാണ് തുടരുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം മാർക്കറ്റിൽ ഇടിവ് വരുമ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ സാധാരണയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മിഡ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവസരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ എടുത്തുകാട്ടുന്ന ഒരു കാര്യം, 1 വർഷത്തെയോ 3 വർഷത്തെയോ 5 വർഷത്തെയോ ദീർഘകാല വളർച്ച നോക്കുമ്പോൾ വരുമാന വളർച്ചയിലെ ശരാശരി എടുക്കുമ്പോൾ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്സ് സ്റ്റോക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നതാണ്. ശരാശരി പലപ്പോഴും തെറ്റായിരിക്കാം. അതിനാലാണ് നമ്മൾ മീഡിയൻ എടുത്തത്. മീഡിയനിൽ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്കിടയിൽ തിരഞ്ഞെടുക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ സംഭവിച്ചത് വ്യക്തമാണ്. മിഡ്, സ്മോൾ ക്യാപ്സിന്റെ ലാഭക്ഷമത വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വർദ്ധിച്ചിട്ടുണ്ട്. അവിടെയാണ് മിഡ്, സ്മോൾ ക്യാപ്സിന്റെ ലാഭ വളർച്ച വളരെ മികച്ചതായി കാണാൻ കഴിയുന്നത്. ആത്യന്തികമായി പ്രകടനത്തെ നയിക്കുന്നതിൽ പ്രധാന പങ്ക് വരുമാന വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ്, മിഡ്, സ്മോൾ ക്യാപുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ നോക്കിയാലും ലാർജ് ക്യാപ്സ് മിഡ് ക്യാപ്സിനെ അപേക്ഷിച്ച് സാധ്യമായ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.